എല്ലാവർക്കും മല്ലൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിലായത് ബുദ്ധ, കളങ്കാവൽ, ബൾട്ടി തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് എക്കോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ ഹിറ്റായ നല്ലൊരു ത്രില്ലർ സിനിമയായിരുന്നു എക്കോ. ഈ സിനിമ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. മലയാളം ഭാഷയിൽ മാത്രമാണ് സിനിമ വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് LBW എന്ന സീരീസുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സീരീസാണ്. ഒരു സ്പോർട്സ് ഡ്രാമ സീരീസാണ് LBW. ഈ സീരീസ് ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഭാഷയിലും ഈ സീരീസ് അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് കുംകി 2 എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. കുംകി സിനിമയുടെ രണ്ടാം ഭാഗമാണ് കുംകി 2. തിയേറ്ററുകളിൽ നല്ല അഭിപ്രായമാണ് സിനിമ നേടിയെടുത്തത്. ഈ ചിത്രം നാളെ രാത്രിയാണ് ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് യെല്ലോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. ഈ ചിത്രം ഇപ്പോൾ ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് മൗഗ്ലി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തെലുങ്കു സിനിമയാണ്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് മൗഗ്ലി നേടിയെടുത്തത്. ഈ സിനിമ ഇപ്പോൾ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് മാർക്ക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. കിച്ച സുദീപ് നായകന സിനിമയാണ് മാർക്ക്. ഇതൊരു കന്നഡ സിനിമയാണ്. നല്ല അഭിപ്രായമാണ് മാർക്ക് സിനിമ നേടിയെടുത്തത്. ഈ മാർക്ക് എന്ന സിനിമ ജനുവരി മാസം ലാസ്റ്റ് വീക്കിലാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് അഖണ്ഡ 2 എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഫാൻറ്റസി ആക്ഷൻ മൂവിയാണ്. തിയേറ്ററുകളിൽ ഹിറ്റായ സിനിമയാണ് അഖണ്ഡ 2. ഈ സിനിമ ഇപ്പോൾ OTT റിലീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സിൽ ജനുവരി മാസം 9-നാണ് അഖണ്ഡ 2-ൻ്റെ OTT റിലീസ്. മലയാളം ഭാഷയിലും സിനിമ റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് തേരി ഇഷ്ക് മേ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഹിന്ദി സിനിമയാണ്. തിയേറ്ററുകളിൽ ഹിറ്റായ സിനിമയാണിത്. ഈ ചിത്രം ജനുവരി മാസം 23-ന് നെറ്റ്ഫ്ലിക്സിലാണ് റിലീസ്. തമിഴ് ഭാഷയിലും സിനിമ അവൈലബിൾ ആയിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് ഇത്തിരി നേരം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് ഇത്തിരി നേരം സ്വന്തമാക്കിയത്. റോഷൻ മാത്യു ആണ് സിനിമയിലെ നായകൻ. ഇതൊരു റൊമാൻറ്റിക്കൽ മൂവിയാണ്. ഈ സിനിമ ഇന്ന് സൺനെസ്റ്റിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ഇന്നസെൻ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. അൽത്താഫ് അനാർക്കലിയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് ഇന്നസെൻ്റ് സ്വന്തമാക്കിയത്. ഈ ചിത്രം ഇപ്പോൾ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ഹക്ക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സിൽ ഇന്ന് രാത്രിയാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബബ്ബബ്ബ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് ബബ്ബബ്ബ സിനിമ നേടിയെടുത്തത്. സിനിമ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ദിലീപും മോഹൻലാലുമാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. പക്ഷേ ബബ്ബബ്ബ സിനിമയ്ക്കെതിരെ ഒരുപാട് നെഗറ്റീവാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സിനിമ പരാജയപ്പെട്ടു. ഇപ്പോഴത്തെ ബബ്ബബ്ബ സിനിമ ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. ജനുവരി മാസം ലാസ്റ്റ് വീക്കിലായിരിക്കും ബബ്ബബ്ബ സിനിമ ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബൾട്ടി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് ബൾട്ടി സിനിമ നേടിയെടുത്തത്. സിനിമ ഉടനെ തന്നെ ആമസോൺ പ്രൈമിൽ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഷൈനിക നായകനായ ബൾട്ടി സിനിമ നല്ലൊരു ആക്ഷൻ മൂവിയായിരുന്നു. ഒരുപാട് പേർക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. ഇപ്പോഴത്തെ ജനുവരി മാസത്തിൽ സർപ്രൈസായിട്ട് ബൾട്ടി സിനിമ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. കൂടുതലും അടുത്ത വീക്കായിരിക്കും ബൾട്ടി സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് കളങ്കാവൽ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ നല്ല അഭിപ്രായമാണ് കളങ്കാവൽ സിനിമ നേടിയെടുത്തത്. മമ്മൂട്ടിയാണ് സിനിമയിലെ നായകൻ. മമ്മൂട്ടി മാത്രമല്ല വിനായകനും സിനിമയിലുണ്ട്. മമ്മൂട്ടി ഒരു വില്ലൻ വേഷത്തിലാണ് സിനിമയിൽ വന്നിട്ടുണ്ടായിരുന്നത്. എല്ലാവരും നല്ല അഭിപ്രായമാണ് കളങ്കാവൽ സിനിമയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സിനിമ ഇപ്പോഴും ഓടുന്നുണ്ട്. മമ്മൂട്ടിയുടെ സിനിമകൾ കുറേ കാലമായി OTTയിൽ വരാത്തതാണ്. എന്നാൽ കളങ്കാവൽ സിനിമ ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. ജനുവരി മാസം ലാസ്റ്റ് വീക്കിലായിരിക്കും കളങ്കാവൽ സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് രാമചന്ദ്ര ബോസൺക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നിവിൻ പോളി നായകനായ സിനിമയായിരുന്നു രാമചന്ദ്ര. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് സിനിമ നേടിയെടുത്തത്. രാമചന്ദ്ര 2023-ലാണ് റിലീസായത്. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഇപ്പോഴത്തെ മനോരമ മാക്സ് രാമചന്ദ്രയുടെ OTT വാങ്ങിച്ചെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഒരുപാട് താരങ്ങൾ രാമചന്ദ്രയിൽ അഭിനയിച്ചിട്ടുണ്ട്. സിനിമ ഈ മാസമായിരിക്കും OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് വിലായത് ബുദ്ധ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. പൃഥ്വിരാജ് നായകനായ സിനിമയാണ് വിലായത് ബുദ്ധ. തിയേറ്ററുകളിൽ നല്ല ഹൈപ്പോട് കൂടിയാണ് സിനിമ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ വിലായത് ബുദ്ധ പരാജയപ്പെട്ടു. 3 മണിക്കൂറിൽ കൂടുതലുണ്ട് വിലായത് ബുദ്ധ. അതുകൊണ്ട് ആരാധകർക്ക് തിയേറ്ററുകളിൽ ഒരുപാട് ലാഗ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ വിലായത് ബുദ്ധ എന്ന സിനിമ ആമസോൺ പ്രൈമിൽ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ജനുവരി മാസത്തിൽ തന്നെ വിലായത് ബുദ്ധ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. കൂടുതലും അടുത്ത വീക്കായിരിക്കും റിലീസാവുന്നത്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ ഒരു വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.